അപ്പാണ് ഇങ്ങനെ അനുമോളുടെ പുറകിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നതായിട്ട് ഒരു സാധനം. അതിനകത്ത് പ്രമുഖ യൂട്യൂബേഴ്സ് എല്ലാം നെഗറ്റീവാണ്, അപ്പാനിയെ തെറി വിളിക്കുകയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ മറ്റേ സാധനമാണ് ഏത്, അഖിൽ മാരാർ ശോഭ ഒരു കോമ്പോ ഉണ്ടല്ലോ, ഒരു ടോമാഞ്ചേരി സാധനം. അപ്പാനി ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പാനി ഇടയ്ക്കിടയ്ക്ക് ഇതാണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, മറ്റേ എൻ്റെ ഫാൻസ് ഇത് കണ്ടന്റ് ആക്കുക, കുട്ടികൾ സ്ത്രീകളൊക്കെ വീട്ടിൽ 2 ദിവസത്തേക്ക് ഇരുന്ന് കാണാനുള്ള ടോമാഞ്ചേരി, ഒരാഴ്ചത്തേക്കുള്ള ടോമാഞ്ചേരി സാധനമാണ് ശരിക്കും അപ്പാനി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സത്യം എനിക്കല്ലേ അറിയൂ. ശരിക്കും ബിഗ് ബോസിലെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് വരുന്നത്, അതാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത്. ശരിക്കും നമ്മൾ ചിന്തിക്കുന്നതല്ല. ഇപ്പം ഞാനൊരു കാര്യം പ്ലാൻ ചെയ്തുകൊണ്ട് പോകുന്നു, ശരിക്കും അതെല്ലാം അവിടെ വർക്കൗട്ട് ആവുന്നു. പക്ഷേ ശരിക്കുള്ള ഞാൻ അറിയാത്ത ചില സാധനങ്ങൾ എന്നിൽ നിന്ന് വരുന്നതാണ് കണ്ടന്റ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ അവിടെ വൈൽഡ് കാർഡ്സ് എല്ലാം കൂടെ വന്നിട്ട് വൻ ചർച്ചയാണ്. ഇവർ അങ്ങനെ വേണം ഇങ്ങനെ വേണം, അവരെ ഒതുക്കണം, അവരിത് പ്ലാൻ ചെയ്യുകയാണ്. ഈ ചർച്ചകളെല്ലാം വെളിയിലോട്ട് പോകണമെന്നാണ് അവരുടെ ഉള്ളിൽ ആഗ്രഹം. പക്ഷേ ഇതിനിടയ്ക്കൂടെ അവർ പോലും അറിയാതെ അവർ കിടന്ന് അടിക്കുന്നുണ്ട്. അതാണ് ശരിക്കും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അനീഷിനെ തന്നെ എടുക്കുക. അനീഷ് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ പ്ലാൻ ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു, നടപ്പാക്കുന്നു. പക്ഷേ അനീഷ് പോലും അറിയാതെ, അനീഷ് ഒരു പക്ഷേ പുറത്തിറങ്ങി കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്, അനീഷിന് ഫുഡ് കിട്ടുമ്പോൾ, അതായത് നല്ല ആഹാരം കിട്ടുമ്പോൾ ഒരു പ്രത്യേക ചിരി അനീഷ് ചിരിക്കുന്നുണ്ട്. ഈ സാധനം അനീഷ് അറിയുന്നില്ല, ഇതൊരു കണ്ടന്റ് ആണെന്ന് അനീഷ് പിന്നെ ആയിരിക്കും അറിയുന്നത്. ശരിക്കും ബിഗ് ബോസിലെ കണ്ടന്റ് നമ്മൾ മനസ്സിലാക്കേണ്ട അങ്ങനെയാണ്. ആ രീതിയിലാണ് ശരിക്കും അനുമോൾക്ക് ഒരുപാട് ക്യൂട്ട്നെസ്സും മറ്റേതും ഒക്കെ കിട്ടുന്നത്. ശരിക്കും നല്ല പ്രായമുള്ള അമ്മമാരുടെ ഫുൾ സപ്പോർട്ട് അനുമോൾ കൊണ്ടുവന്നുള്ള സത്യമാണ്. രേണുസുതിക്കുമുണ്ട്. രേണുസുതിയുടെയൊക്കെ സപ്പോർട്ട് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. വോട്ടിങ്ങിൽ അവർക്കൊക്കെ ഇത്രയും സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ചെറുപ്പക്കാരുടെ ഇടയിലോ അല്ലെങ്കിൽ ആണുങ്ങളായിട്ടുള്ളവരുടെ ഇടയിലൊന്നും അനുമോൾക്കൊന്നും ഒരു കണ്ടന്റും ഇല്ല. അനുമോളുടെ വിചാരം അനുമോളാണ് അവിടുത്തെ രാജ്ഞി എന്നാണ്. പക്ഷേ ക്ലൈമാക്സിലോട്ട് എടുക്കുമ്പോൾ നെഗറ്റീവ് ആവുമെന്ന് നമുക്കല്ലേ അറിയുള്ളൂ. ഈ പറഞ്ഞ ജാസ്മിൻ ജാഫറെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, ശോഭയെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, ഈ സെയിം സാധനമാണ്. മുട്ടൻ പണി അവസാന സമയങ്ങളിൽ വരും. പിന്നെ അവിടെ ഷാനവാസ് ഇങ്ങനെ മീശയൊക്കെ ചുറ്റി ഇങ്ങനെ സെറ്റാണ്, ഈ പറഞ്ഞ സിംഗം വരാർ എന്നൊക്കെയുള്ള രീതിയിലുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. ശരിക്കും ഷാനവാസിന്റെ വിചാരം ഷാനവാസ് അവിടെ രാജാവായി, ഷാനവാസിനാണ് കപ്പെന്നാണ്. ഷാനവാസിന് പക്ഷേ വോട്ടുണ്ട്, അത് സമ്മതിക്കുക. പക്ഷേ അക്ബറിന് ഇപ്പോൾ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് അക്ബർ ഒരു വില്ലൻ പരിവേഷത്തിലോട്ടാണ് വരുന്നത്. ശരിക്കും അപ്പാനി ഇട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അക്ബർ. അപ്പാനി ഇപ്പോഴും വിചാരിച്ചിരിക്കുന്ന അപ്പാനി രാജാവാണെന്ന്. അക്ബർ പറയും, ശരിയാണ്, കറക്റ്റാണ്, നീ രാജാവ്, നീ അങ്ങനെ പിക്കുമെന്ന്. ശരിക്കും ഇതിനകത്ത് കോമഡി പീസായിട്ട് മാറിയിരിക്കുന്നത് അപ്പാനിയാണ്. അക്ബർ ഒരു വില്ലൻ ലെവലിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്.